നമസ്കാരം. അരൂർ വനിതാ ജയിലിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി. ദൈവപുത്രൻ തിറക്കൊരച്ച കണ്ണും 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 കാത്തിരുന്നു പുതിയൊരു പൈതലിനായി കാതോട് കാതോട് കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് കണ്ണും 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 കാത്തിരുന്നു. ഒരു പോലീസുകാരി കളിക്കുന്ന കളി നോക്കി. നിങ്ങൾ ബാൻഡ് സെറ്റിലുണ്ടായിരുന്നോ? കളിക്കുന്ന കണ്ടപ്പോ മനസ്സിലായി. ഞാനിവിടെ തരാ കാക്കിയൊക്കെ കണ്ടപ്പോ പോലീസുകാരാന്ന് മനസ്സിലായി. അതല്ല, നിങ്ങൾ ഇവിടെ തരാ. ഞങ്ങൾ പ്രതികള്. അതെ, ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് നമ്മുടെ ഈ ജയിലിലെ ക്രിസ്മസ് ആഘോഷം. അപ്പോഴേക്കും നിങ്ങളുടെ പുൽക്കൂടൊക്കെ സെറ്റ് ആക്കിയോ? മാഡം പേടിക്കണ്ട, പുൽക്കൂടിന്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 ദിവസത്തിനുള്ളിൽ റെഡിയോ. ഇന്നലെ പരിപാടി? അയ്യോ, ക്രിസ്മസിന് എടുത്തില്ലെങ്കിൽ എന്താ, ന്യൂ ഇയറിന് എടുക്കാലോ. അയ്യോ, അപ്പൊ പുൽക്കൂടിന് വെക്കാനുള്ള പുല്ലൊന്നും സെറ്റ് ആക്കിയില്ലേ? പുൽക്കൂടിന് എടുക്കാനുള്ള പുല്ല് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പുല്ല് പേരും കിട്ടുന്നില്ലല്ലോ. സന്ധ്യ പോയിട്ടുണ്ട്. അപ്പൊ പുല്ലും കൊണ്ട് വരാൻ സന്ധ്യയാവും. ക്രിസ്മസ് ട്രീ ആരായച്ചത്? ക്രിസ്മസ് ട്രീ വൈകായച്ചത്. അപ്പൊ അതും വൈകും. കർത്താവേ, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പള്ളിയിൽ ഇരുന്ന് പുൽക്കൂട് ഉണ്ടാക്കിയത് ഞാനാ. അന്ന് അവിടുന്ന് പൊന്നും കുരിശ് മോഷ്ടിച്ചതിനാണ് ഇന്ന് ഇതേപോലെ വന്നിവിടെ ഇരുന്ന് പുൽക്കൂടുണ്ട്. എന്റെ ഈശോയെ, അടുത്ത പ്രാവശ്യമെങ്കിലും എനിക്ക് എന്റെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. അയ്യോ, അത് പറ്റായൊന്നുമില്ല. അത് ഈ മോഷണം ആദ്യം അങ്ങ് നിർത്തണം. പറഞ്ഞത് അയ്യോ, കൽപ്പിനെ നീ കലിപ്പൊന്നും കാണിക്കരുത്. ഞാൻ പറയുന്നു, നീ ഒന്ന് കേക്ക്. നല്ലൊരു ദിവസമായിട്ട് ഞാനല്ലാണ്ട് പിന്നെ ആരാ ചെയ്യാ? അയ്യോ, ഒന്നും പുൽക്കൂടിനാണി അടിക്കും. അതെ, പിന്നെ നിങ്ങൾക്ക് വിഷമമുള്ള ഒരു കാര്യം ഞാനിപ്പോ പറയാൻ പോവാണ്. അയ്യോ, എന്താ മേഡം? അതെന്താന്ന് വെച്ചാലേ, നമ്മുടെ ഇപ്രാവശ്യം വനിതാ ജയിലിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ആണുങ്ങളുടെ ജയിലുള്ളവരും വരുന്നുണ്ട്. സൂപ്രണ്ടിന്റെ ഓർഡറാ. നോക്ക്. പക്ഷെ ഞാൻ എന്ത് പറയാന്, സൂപ്രണ്ടിന്റെ ഓർഡർ അല്ലേ? ഞാനൊരു കാര്യം പറയാം, എന്റെ ഒരാളുടെ റിസ്കിലാണ് അവരിങ്ങോട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളെ സൂക്ഷിച്ചോണം കേട്ടോ. എങ്ങനെയുള്ളവരാന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാനാ നോക്കണേ. ഇക്കിളി സുനി 12 വർഷത്തെ അക്രമ പാരമ്പര്യം. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും മെട്രിക്കുലേഷൻ എടുത്ത് വിയ്യൂർ ജയിലിൽ നിന്നും 3 വർഷത്തെ ക്രൈം എഞ്ചിനീയറിംഗ് പാസ്സായി കേരളത്തിനകത്തും പുറത്തും നിരവധി എക്സ്പീരിയൻസ് ഉള്ള കുറ്റവാളി. സ്വാഗതം നമ്മുടെ വനിതാ ജയിലിലേക്ക് ശ്രീ ഇക്കിളി സുനി. സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം മീശ നിതീഷ്. മോഷണം, പിടിച്ചുപറി, കൂലിത്തല്ല് എന്നിവയിൽ അഗ്രഗണ്യൻ. സ്വന്തം മീശയ്ക്ക് സ്വന്തമായി വളമിട്ട് വളർത്തുന്ന ഏക ക്രിമിനൽ താരം. സുസ്വാഗതം വനിതാ ജയിലിലേക്ക് ശ്രീ മീശ നിതീഷ്. ബ്രൂസിലി തങ്കൻ LP സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ പെൻസിൽ, സ്ലേറ്റ്, ചോറ്റുപാത്രം എന്നിവ മോഷ്ടിച്ച് ഈ രംഗത്ത് തനതായ ശൈലിയിൽ ചുവടുറപ്പിച്ച മോഷ്ടാവ്. തൊട്ട മോഷണങ്ങളെല്ലാം പൊന്നാക്കി മാറ്റുന്ന തെക്കൻ കേരളത്തിലെ മനസാക്ഷിയില്ലാത്ത കുറ്റവാളി ബ്രൂസിലി തങ്കൻ. അപ്പൊ ഇവരൊക്കെ നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന് നമ്മുടെ ഇവിടുത്തെ ഗസ്റ്റുകളാണ്. അപ്പൊ നമുക്ക് ഇവരെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഉമ്മണിപ്പിള്ള തങ്കച്ചയെ വിളിക്കാം. അടുത്തതായി നമുക്ക് ആട് കേസിലെ പ്രതിയായ കുഞ്ഞമ്മണിയെ വിളിക്കാം. അയ്യോ, നാക്കാണിച്ച് പേടിച്ചതല്ലേ, ഇതിന്റെ സ്റ്റൈലാ. അടുത്തതായി കോഴി കേസിലെ പ്രതിയായ കൽപ്പിനെ ക്ഷണിക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞില്ല എന്ന് വേണ്ട, എന്റെ ഒറ്റ ഒരാളുടെ റിസ്കിലാണ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ നിങ്ങളായിട്ട് ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ പാടില്ല.
കണ്ടോ ഈ വര? ഈ വരയ്ക്കപ്പുറം നിങ്ങൾ ഇങ്ങോട്ടോ നിങ്ങൾ അങ്ങോട്ടോ പോയെന്ന് ഞാൻ അറിഞ്ഞ കേട്ടോ. പറഞ്ഞില്ലാന്ന് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ നിന്നോടൊക്കെ എന്തോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, മര്യാദക്ക് കേട്ടോണം കേട്ടോ. അയ്യോ ക്രിസ്മസ് കേക്ക് എന്തായി നോക്കിട്ട് ഇപ്പൊ വരാം. അയ്യോ 3, 4. ക്രിസ്മസ് ഒക്കെ അല്ലേ, അതുകൊണ്ട് ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ. പാട്ടില്ലാണ്ടാണോ നിന്റെ ഒക്കെ ഗ്രൂപ്പ് ഡാൻസ്? എത്ര പാട്ടിട്ട് കളിച്ചാലേ ടെലികാസ്റ്റ് വരുമ്പോഴേ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരു മ്യൂട്ടായിട്ട്. നിങ്ങളുടെ കളിയും ചിരിയൊക്കെ ഇവിടെ നിർത്തിക്കോ. നമുക്ക് പുൽക്കൂടൊക്കെ സെറ്റ് ആക്കണം. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമ്മുടെ ഗസ്റ്റുകളൊക്കെ വരുമ്പോ നമുക്ക് അടിപൊളിയെ കാണിക്കണം കേട്ടോ. നീ പുൽക്കൂടിന്റെ ബാക്കി കിടന്നിറങ്ങണേ. എനിക്ക് മോട്ടിക്കുമ്പോ വീടിന്റെ ബാക്ക് കൂടെ കേറിയ ശീലം. അതെ, ആ പുൽക്കൂട്ടിലുള്ള ആട്ടുംകുട്ടിയൊക്കെ പിടിച്ച് കെട്ടിട്ടോ, അല്ലെങ്കിൽ അവൾ അതിനെ അടിച്ചോണ്ട് പോവും. നല്ലൊരു ദിവസമായിട്ട് എന്നെ തടയരുത്, എന്നെ അടുക്കരുത്, അടുക്കരുത്, അടുക്കരുത്. നീ എന്ത് ചെയ്യും? ഞാൻ തന്നെ ക്രിസ്മസ് കേക്ക് മുറുക്കി രാത്രി പോയിരുന്നേടാ അവന്റെ ക്രിസ്മസ് കേക്ക്. കലിപ്പിതേ, എന്തൊക്കിളി നമുക്ക് ഉണ്ടാക്കണ്ടേ ഒരു പുൽക്കൂട്? ചേട്ടനാണെങ്കിൽ ഒരു പുൽക്കൂടിന് തികയത്തില്ല, വലിയൊരു ആട്ടും കൂടെ എന്നെ വേണ്ടി വരും. അല്ല ചേട്ടൻ എങ്ങനെ ഈ ജയിലിലോട്ട് വന്നേ? ഞാൻ പോലീസുകാരുടെ ജീപ്പി വന്നു. അതല്ല, എന്ത് കുറ്റം ചെയ്തിട്ട് ഈ ജയിലിലോട്ട് വന്നെന്ന്. കൊല. കൊലയോ? വാഴക്കൊല. കോഴി കൊന്ന കേസ്. ഇത് കണ്ട 3-ാം നമ്പർ. ഞാൻ ഈ ജയിലിൽ വന്നപ്പോ ഇവിടത്തെ ആൾക്കാരോട് പറഞ്ഞു എനിക്ക് 1-ാം നമ്പർ തരാൻ. പക്ഷെ ഒരു 3 എടുത്തു തന്നത്. എന്തെന്നറിയാമോ? എന്റെ നാട്ടിലെ ഞാൻ 1-ാം നമ്പർ ഗുണ്ടയാ. ചേട്ടനെ കണ്ടിട്ടേ എനിക്കൊരു മാനായിട്ടാ തോന്നണേ. നിന്നെ കണ്ടിട്ട് എനിക്കൊരു മയിലായിട്ടാണ് തോന്നുന്നത്. കറുകറുത്തൊരു പെണ്ണേ, വെളുത്തൊരു പെണ്ണേ, കുടി കുടിച്ചത് കണ്ണ്. ആമൺകുടത്തിൽ മുഖം ചേർത്തു ആദ്യാനുരാഗം നുകർന്നീലയോ, കുടി കുടിച്ചൊരു നേരം തുണ വിളിച്ചൊരു പെണ്ണേ, വെളുവെളുത്തൊരു പെണ്ണ്, കുടി കുടിച്ചെന്ന് കണ്ണ്. നിന്നോടൊക്കെ ഞാൻ എന്ത് പറഞ്ഞിട്ടാ പോയത്? എന്റെ ഒറ്റയാളുടെ റിസ്കിൽ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞില്ലേ? ഇനി അവരൊക്കെ വന്ന് ഞാൻ എന്തോന്ന് പറയാന്? നിന്നെയൊക്കെ ഞാൻ അവരെ മാനും മയിലുവാ. അതിനെന്താ? മാനും മയിലോട്ട് ജയിലിൽ ഓടി പോയി ക്രിസ്മസ് ആഘോഷിക്കും. ആഘോഷമൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം മാഡം പോയി ഈ യൂണിഫോം കൂരിക്കളഞ്ഞ് ഇതുപോലെ ഒരു നല്ല ഡ്രസ് ഇട്ടു. ഇനി മാഡത്തിന്റെ എല്ലാ ആഘോഷവും ഞങ്ങളുടെ കൂടെ ഈ ജയിലിലായിരിക്കും.